നിങ്ങൾ അറിയണം, മധുസൂദനൻ പാർട്ടിക്കകത്ത, പത്മകുമാർ പാർട്ടിക്കകത്ത. ഈ കുറയുന്ന ശബരിമല കൊള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരാരും പാർട്ടി നടപടിക്ക് വിധേയമാവുന്നില്ല. പക്ഷെ പാർട്ടി രക്തസാക്ഷിയുടെ ഫണ്ട് അത് മോഷ്ടിച്ചു എന്ന് പാർട്ടിയോടും പൊതുസമൂഹത്തോടും പറഞ്ഞതിന്റെ പേരിൽ പാർട്ടിക്കകത്തുള്ള ഒരാൾ, അയാളിപ്പോ പാർട്ടിയുടെ പുറത്താ, കുഞ്ഞികൃഷ്ണൻ. എന്നിട്ട് ജില്ലാ സെക്രട്ടറിയും ഗോവിന്ദ മാഷൊക്കെ വന്നിട്ട് പറയാണ്, ഇതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെയും ലീഗിന്റെയും കാര്യമാണെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ പോലെ പെരുമാറുന്ന ആളുകളാണ്. ഓഡിറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റിനെ പോലെ പെരുമാറുന്ന ഗോവിന്ദ മാഷ് ഈ കാര്യം ചോദിക്കുമ്പോൾ പറയുന്നത്, നിങ്ങളോട് പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല, നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളല്ല, ആ പാർട്ടിക്കകത്തു നിന്ന് തന്നെ ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമരം അതുകൊണ്ട് തന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ, നാട്ടിലെ വിശ്വാസികൾ എല്ലാ ജാതി മത രാഷ്ട്രീയത്തിനും അതീതമായി ശബരിമല സ്വർണ്ണക്കേസിലെ മുഴുവൻ കള്ളന്മാരെയും വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടെ കട്ടവർ അവര് പാഠം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ജനത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ പറയാൻ ശ്രമിച്ചത് എന്താ? ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ അയ്യന്റെ സ്വർണം കാക്കാനുള്ള ബോർഡാണ്, കക്കാനുള്ള ബോർഡല്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ജനം തെളിയിച്ചില്ലേ? അത് മനസ്സിലാവാതെ ഈ ഭരണ നേതൃത്വം ഈ കൊള്ളക്കാർക്ക് നൽകുന്ന പിന്തുണയെ, ആ പിന്തുണയെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനവും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയും ജനകീയമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം കോടതിയുടെ സംശയങ്ങൾക്ക് പോലും ഇതുവരെ ദൂരീകരണമില്ല. അറസ്റ്റ് വൈകിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഭയന്നിട്ടാണെങ്കിൽ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഇത് ജനങ്ങളോട് പറഞ്ഞേ തീരൂ. ഈ കള്ളക്കമ്പനിക്ക് കൂട്ടുനിൽക്കുന്നതും സംരക്ഷണം കൊടുക്കുന്നതും ആരാണ്? കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെയാണ്. ഇവരുടെ എല്ലാം ചീഫ് പാട്രൺ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മുഖ്യ രക്ഷാധികാരിയായി സ്വയം അവതരിക്കുകയാണ്. ഗുണ്ടകൾക്ക് പോലീസിനകത്താണെങ്കിലും പുറത്താണെങ്കിലും, കൊള്ളക്കാർക്ക് പാർട്ടിക്ക് അകത്താണെങ്കിലും പുറത്താണെങ്കിലും സംരക്ഷണം ഒരുക്കുന്നവർ, ദേവസ്വത്തിന്റെ സ്വത്ത് കവർന്നവർ, അയ്യന്റെ സ്വത്ത് കവർന്നവർ, ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ഗോൾഡ് പ്ലേറ്റഡ് എന്ന് പറഞ്ഞാൽ സ്വർണം പൂശിയതല്ല, അത് പതിച്ചതാണ്, പൊതിഞ്ഞതാണ്. അതിനെ മാറ്റിയിട്ടാണ് ചെമ്പ് മാത്രമേ ഞാൻ സ്വർണം പൂശുള്ളൂ എന്ന് പറഞ്ഞ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കള്ളത്തരം പറഞ്ഞ് അവരെല്ലാം കൂട്ടുപിടിച്ച് പ്രചരണം നടത്തിയത്. അറസ്റ്റിലായപ്പെട്ടവർ ഓരോരുത്തരും ആരാണ്? വാസുവിനെ പോലുള്ള ആളുകൾ, ഉമ്മൻചാണ്ടി സർക്കാർ അവിടെ ഈ ശബരിമലയിലെ യുവതി പ്രവേശന കാര്യത്തിൽ അത് വിശ്വാസത്തോടൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന് കൊടുത്ത സത്യവാങ്മൂലം അതിനെ അട്ടിമറിക്കാൻ, സർക്കാരിനെ കൊണ്ട് അതിനെ അട്ടിമറിപ്പിച്ച് ഇവിടെ പറയുന്ന ഈ യുവതി പ്രവേശനം സാധ്യമാക്കാൻ അതിന് കൂട്ടുനിന്ന ആള് വാസുവിനെ പോലുള്ള ആളുകളാണ്. പോലീസ് കളിക്കുന്ന കള്ളക്കളി നിങ്ങൾക്കറിയാം. അടുത്ത് അറസ്റ്റ് ആയപ്പെട്ട ഒരാൾ, ഒരു IPS ഉദ്യോഗസ്ഥന്റെ അച്ഛൻ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചിടാൻ നോക്കിയപ്പോഴും അവിടെ പോലീസിന്റെ SIT കോടതി നിർദ്ദേശം വന്നപ്പോ അവര് മഫ്തിയിൽ ചെന്നിട്ടാണ് അവിടുന്ന് പിടിച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നത്. ഇപ്പൊ ഭരണകൂടം കൊള്ളക്കാർക്കൊപ്പമാണ്. ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ആള് തന്നെയാണ് ഈ കൊള്ളക്കാരുടെ മുഖ്യ രക്ഷാധികാരി. പക്ഷെ ജനങ്ങളാണ് അധികാരത്തെക്കാൾ വലിയ ശക്തി എന്ന് തിരിച്ചറിയാത്ത ഈ ഭരണകൂടത്തെ അതിനെ താഴെ ഇറക്കാൻ നോക്കും, താഴെ ഇറക്കാൻ കാത്തിരിക്കുകയാണ്. ഒരവസരം കൂടെ പോളിംഗ് മെഷീൻ, ബാലറ്റ് മെഷീൻ മുമ്പിൽ വന്നാൽ നിങ്ങൾ നിസ്സംശയം എഴുതി വെച്ചോ, രക്തസാക്ഷികളെയും പാർട്ടിയെയും സ്നേഹിക്കുന്ന യഥാർത്ഥ സഖാവും ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. മറ്റൊരു വിഭാഗമുണ്ട്, ഇവര് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. പ്രസ്താവനകൾ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ട് പറയാണ് INC എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മാവോയിസ്റ്റ് മുസ്ലിം കോൺഗ്രസ് ആണ് എന്നുള്ളത്. ഇത്ര വലിയൊരു നിലവാര തകർച്ച, സ്റ്റേച്ചറിന് ചേരാത്ത തരത്തിൽ, പദവിക്ക് ചേരാത്ത തരത്തിൽ നിരന്തരം സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രി, തെരഞ്ഞെടുപ്പ് വരുമ്പോ ചെയ്ത കാര്യങ്ങളോ നേടിയ കാര്യങ്ങളോ പറയാൻ കഴിയാതെ ഇന്ത്യൻ റുപ്പി $1 93 രൂപയായി കൂപ്പുകുത്തി താഴെ കിടക്കുമ്പോ അതിന്റെ താഴെ നിലവാരമുള്ളത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് മാത്രമാണ്. ബാക്കിയെല്ലാം ആ പറയുന്ന നിലവാരത്തിലേക്ക് മാറി. അങ്ങനെ കൂപ്പുകുത്തുമ്പോ അതിന് പറയാൻ മറുപടിയില്ല. പണ്ട് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയപ്പോ ഞാനാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ രൂപ അതിന്റെ വിനിമയ നിരക്ക് ഇങ്ങനെ താടില്ല എന്ന് ഉറച്ചുറച്ച് പ്രഖ്യാപിച്ച പ്രസംഗങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അതിന് എന്തെങ്കിലും ഉത്തരവുണ്ടോ? പെട്രോളിനും ഡീസലിനും 40-50 കടന്നപ്പോ അതെന്തോ വലിയ പാതകമാണെന്ന് പ്രസംഗിച്ചിരുന്ന ആളുകൾ ഇപ്പൊ അത് സെഞ്ചുറി അടിച്ചു നിൽക്കുമ്പോ
പറയാൻ ഒരു മറുപടി ഉണ്ടോ? നടത്താൻ ഒരു പത്രസമ്മേളനം ഉണ്ടോ? എന്തെങ്കിലും ചോദ്യത്തിന് ഉത്തരവുണ്ടോ? ഇനി അതും വേണ്ട, ഗ്യാസിന് സിലിണ്ടറിന് 400 ആയപ്പോ ഇവിടെ കുറ്റി കൊണ്ട് റോട്ടിലിറങ്ങിയിരുന്ന പല BJP നേതാക്കന്മാരും ഇത് 1000 കടന്നിട്ട് ഈ തെരുവിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇപ്പൊ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ അതിന് പകരം നേരിട്ട് വന്ന് കുത്തിത്തിരിപ്പിനും ജനങ്ങളെ തമ്മിലടുപ്പിക്കാനും ഒരു പ്രധാനമന്ത്രി നേരിട്ട് പ്രസംഗിക്കുകയാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മാവോയിസ്റ്റ് ആണ്, മുസ്ലിം കോൺഗ്രസ് ആണെന്നൊക്കെ ഒരു പ്രധാനമന്ത്രി നേരിട്ട് പ്രസംഗിക്കുക. ആ പ്രധാനമന്ത്രി നേരിട്ട് പ്രസംഗിക്കുന്നതിന്റെ മുമ്പേ അതിന്റെ ടീസർ ആരാ പുറത്തുവിട്ടത്? രാജീവ് ചന്ദ്രശേഖരനല്ല. അതിന്റെ ടീസർ ആരാ പുറത്തുവിട്ടത്? സുരേന്ദ്രനല്ല. അതിന്റെ ടീസർ ആരാ പുറത്തുവിട്ടത്? VV രാജേഷ് അല്ല. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ടീസർ പുറത്തുവിടുന്നത് സജി ചെറിയാനാണ്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാമെന്ന് ഒരു CPM-ന്റെ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണഘടന തൊട്ട് അധികാരമേറ്റൊരു മന്ത്രി പ്രസംഗിക്കുമ്പോ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് CPM-ഉം BJP-യും തമ്മിലടിപ്പിക്കാൻ നിൽക്കുന്നു, ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നിൽക്കുന്നു. രണ്ടുപേരുടെയും ഒരേ അജണ്ട, ഒരേ ശബ്ദം, ഒരേ ഛായ. അതിനെ രണ്ടിനെയും തൂത്തെറിയാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുന്നു. ആ ജനങ്ങളുടെ ഇടയിലേക്കാണ് ഈ ധർമ്മസമരവുമായി കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തകരും ഇന്ന് ജില്ലകളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. പാലക്കാട്ടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെയും പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സമരാഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ബഹുമാന്യരായ നേതാക്കന്മാരുടെ അനുമതിയോടെ ഈ ധർമ്മസമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ് പാർട്ടി.